ഫുള്ളോള്ള ഒരു i20 എത്തിയോസ് ലിവ അതിന്റെ ഡുവൽ ടൂണില് അഡീഷണൽ നല്ല കിടം അലോയി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എടുത്ത വണ്ടിയാണ്. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടികളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മോഡൽ നോക്കുമ്പോൾ നമുക്ക് നല്ല വിലക്കുറവുണ്ട്. പൊതുവെ നമുക്ക് എക്സ്ക്രോസിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഡീസൽ വണ്ടി, നമുക്ക് നല്ല ട്രാക്കിന് ഫുൾ ഓൺ അങ്ങ് കൊണ്ടുപോകാം. ചെറിയ കാർ ഒരു ഓൾട്ടോ ഇറക്കുന്ന ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി ഒരു സ്വിഫ്റ്റ് ഒക്കെ ചോദിക്കുന്ന പ്രൈസിന് നമുക്ക് ഡീസൽ വണ്ടി കൊണ്ടുപോകാം. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി 85 ആണ് വണ്ടി. 85, അതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസും കുറവായിരിക്കും. ഫുള്ള് ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടി, 2014 വണ്ടി. മാക്സിമം ലോൺ ചെയ്യാം. അതും ഓട്ടോമാറ്റിക് ആണ്. ചെറിയൊരു പൈസക്ക് നമുക്ക് ഇറക്കാൻ പറ്റും. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല മൈലേജ് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 4 ടയറും 90% ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗംഭീരമായ ഒരു കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാറുകളുടെ ഒരു തൃശ്ശൂർ പൂരം തന്നെ പറയാം. നമ്മൾ സാധാരണക്കാരന് ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല എസ്യുകളും ചെറിയ ലെവൽ മുതൽ അങ്ങ് പ്രീമിയം ലെവൽ വരെയുള്ള വാഹനങ്ങൾ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. നിങ്ങളൊരു വാഹനത്തിന് വരികയാണെങ്കിൽ ഇതിൽ ഇഷ്ടം പോലെ കളക്ഷൻസ്, നമുക്ക് ഏത് കളർ ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ ഈവൻ നമ്മൾ സ്വിഫ്റ്റിന് വരികയാണെങ്കിൽ വൈറ്റ് ഉണ്ടാവും, ഗ്രേ ഉണ്ടാവും, ഈവൻ പെട്രോൾ, ഡീസൽ, ഓട്ടോമാറ്റിക്, അങ്ങനെ ഒരു വാഹനത്തിന് തന്നെ വെറൈറ്റി കളക്ഷൻസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഒത്തിരി നാളെ ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നമ്മളെ സണ്ണിൽ വന്നിരിക്കുകയാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള റാഫിക്കയാണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ റാഫിക്കാനോട് ചോദിക്കാം. അപ്പോൾ റാഫിക്ക, നമ്മൾ ഗംഭീര കളക്ഷനായിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100-100 പരം വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിൽ നമുക്ക് പ്രീമിയം മുതൽ ഏറ്റവും ചെറിയ 800 ഓൾട്ടോ മുതൽ അങ്ങ് BMW വരെ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടികളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് റേഞ്ചിൽ ഏത് കസ്റ്റമർ വന്നാലും നമ്മൾ നിരാശരാക്കൂല. നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ EMI അടിച്ചു പോകാൻ എല്ലാവരും സാധിക്കും എന്നുള്ളതാണ്. സോ അത്തരം വണ്ടികളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ട്രാക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഒത്തിരി വാഹനങ്ങൾ, അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സണ്ണ് ഓട്ടോ കൺസൾട്ടൻറ്റ്, നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് ഈ റാഫിക്കങ്ങൾ വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാലി എന്ന സ്ഥലത്താണ്. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാം. ഇപ്പൊ ഞാനൊന്ന് വന്ന് ഗൂഗിൾ നോക്കിയിട്ടാണ് ജസ്റ്റ് സൺ യൂസർ കാസ് നമ്മൾ അടിച്ചു നോക്കിയാൽ തന്നെ നമ്മൾ ഗൂഗിളിലെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വരുന്നത് പുത്തനത്താണി നമ്മളെ പുതിയ ഹൈവേയിൽ നിന്നും തിരൂരിലേക്കുള്ള റോഡാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി വരെ വിളിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരും. ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ സൺ യൂസർ കാസ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാഫിക്കാൻ നോക്കുന്നത് നമ്മൾ SUV ടൈപ്പാണ്. ഫസ്റ്റ് തന്നെ നമ്മളിന്ന് മാരുതിയുടെ ഒരു വാഹനം നോക്കുകയാണ്. നമ്മൾ എല്ലാവരും ഇന്ന് ചൂസ് ചെയ്യുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എസ്ക്രോസ് തന്നെയാണ്. എങ്ങനെയായിരുന്നു എസ്ക്രോസ് ഡീറ്റെയിൽസ് വരുന്നത്? 2018 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, അതിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതേപോലെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽഡ്. ഇത് ഏറ്റവും ടോപ്പിനാണ് വരുന്നത്. ടോപ്പിന്റെ നേരെ താഴെയുള്ളതാണെങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ക്രൂസ് കൺട്രോൾ, കമ്പനി ഇൻബിൽട്ട് തന്നെ, നമുക്ക് അലോയ്സ്, റിയറിൽ വൈപ്പർ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ് വരുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, അതും ഡീസലാണ്. സോ നമുക്ക് ഹൈബ്രിഡ് പോലെ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ഹൈബ്രിഡ് വണ്ടി തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 18-20 ലോങ്ങിൽ 20 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഹനം. റാഫിക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് 7 ലക്ഷം രൂപ ഫൈനൽ ഇട്ടേ കൊടുക്കാം. 7 ലക്ഷം രൂപ ലോൺ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ മോഡൽ നോക്കുമ്പോൾ നമുക്ക് നല്ല വിലക്കുറവുണ്ട്. പൊതുവെ നമുക്ക് എസ്ക്രോസിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, ഡീസൽ വണ്ടി, നമുക്ക് നല്ല ട്രാക്കിന് ഫുൾ ഓൺ അങ്ങ് കൊണ്ടുപോകാം. അത് നമുക്ക് ഇനി തവണ വീണ്ടും നമുക്ക് മാരുതിന്റെ ഒരു SUV തന്നെയാണ് വരുന്നത്. ബ്രസ, അത് റെഡ് ഇല്ല, ഡീസൽ വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന വാഹനമാണ്. കാരണം നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. കോട്ടയം രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയാണ് റാഫിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2018 വണ്ടിയാണ്. VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ. 75,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി 75,000 കിലോമീറ്റർ. പിന്നെ 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല ക്വാളിറ്റി, ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട് അല്ലേ? ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു റാഫിക്ക? ഓൺഷിപ്പ് 3ാമത്തിലേക്ക് എടുക്കുന്ന വണ്ടി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ലോൺ അത്യാവശ്യമൊക്കെ ചെയ്യാം. ലോൺ നമുക്ക് മാക്സിമം ചെയ്യാം. 6 to 6.5 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റിയതാണ്. ഈ വണ്ടി ആവശ്യപ്പെടുന്ന 7 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. അപ്പൊ ട്രാക്കിനെങ്കിൽ ഒരു ചെറിയ കാർ, ഒരു ഓൾട്ടോ ഇറക്കുന്ന ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഡീസൽ വണ്ടി പക്ക എഞ്ചിന് മെക്കാനിക്കൽ പക്കയല്ല, നമുക്ക് പക്കയാണ്. വന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ വണ്ടി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിൽ നമ്മൾ അടുത്ത് പോയിട്ടൊക്കെ നമുക്ക് ഇത് നിങ്ങൾക്ക് വേണ്ടടുത്ത് കാണിച്ചിട്ട് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നമ്മൾ വണ്ടി എടുത്താൽ മതി. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല.
ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്, അതും ഡീസൽ വണ്ടി തന്നെയാണ്. സെയിം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് പക്ഷേ ഓപ്ഷൻ കുറച്ച് കൂടുതലാണ് അല്ലേ. നമുക്ക് പ്ലസ് ആണ് വരുന്നത്, ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് ഇനി ഇതിനപ്പുറം ഇനി ഒരു ഫീച്ചേഴ്സ് ഇല്ലാന്ന് തന്നെ പറയാം. ഇതിൽ നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ് വരുന്നത്. റിയർ വൈപ്പർ കാര്യങ്ങൾ അത്യാവശ്യം ഒരു അപ് ടു 80% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. 1,00,000 കിലോമീറ്ററിന് അടുത്ത് ഓടിക്കുന്ന വണ്ടി ക്ലീൻ ആണ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു വണ്ടി ക്രൂസ് കൺട്രോൾ അടക്കം വരുന്നുണ്ട് അല്ലേ. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഒരു വാഹനം? 6,80,000 രൂപ. നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ഹാഷ് ബാക്കിന്റെ പ്രൈസിന്, ഒരു സ്വിഫ്റ്റ് ഒക്കെ ചോദിക്കുന്ന പ്രൈസിന് നമുക്ക് ഡീസൽ വണ്ടി ഉണ്ടാവും, ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. അപ്പൊ നമുക്ക് ലോൺ എത്ര? മോഡൽ പറഞ്ഞിട്ട് 2006 മോഡലാണ്. 2006 മോഡൽ, സോറി 2016 മോഡൽ. 2016 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം നമുക്കൊരു 10,000 രൂപ അടുത്ത് നമുക്ക് ബഡ്ജറ്റിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് ക്രെറ്റയില് എന്നും അന്നും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ജനറേഷൻ, അതേപോലെ സെക്കൻഡ് ജനറേഷൻ ആണ്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് വെയിറ്റ് ക്വാളിറ്റി ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു റാഫിക്ക ഡീറ്റെയിൽസ്? 2016 മോഡൽ SS ആണ് വണ്ടി. അപ്പൊ അതിന്റെ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് അല്ലേ. നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത് അല്ലേ. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്. സോ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ലോങ് ഡ്രൈവിനും ഒക്കെ നമുക്ക് ലേഡീസിന് വരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം. ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊന്നും പറയണില്ല. കാറ്റലോഗ് കാര്യങ്ങൾ കഴിച്ചുമ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡിലൊക്കെ നോക്കി അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമുക്ക് വന്നിട്ടുള്ളൊരു വാഹനമാണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക്കലി ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് ഹുണ്ടായുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത്രയും ഫീച്ചേഴ്സ് ആ വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 160 ഓടിക്കും. ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി പക്കായിട്ട് നമുക്ക് സൈഡൊക്കെ ഫിറ്റ് വണ്ടിയാണ്. അതേപോലെ ചെക്ക് ചെയ്തിട്ട് ഓടിച്ചിട്ട് കംഫർട്ട് മാത്രം കൊണ്ടുപോയി കറക്റ്റ് സർവീസ് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് യാതൊന്നും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിയാണ്. നമ്മൾ എത്ര ഇതിന് ചോദിക്കുന്നത്? നമുക്ക് 7,25,000 രൂപ. 7,25,000 രൂപക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അതിൽ നമുക്ക് റാഫിക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 5.5 to 6 വരെ മാക്സിമം ലോൺ. അപ്പൊ ഒരു 1 രൂപ അല്ലെങ്കിൽ ഒരു 1 സംതിങ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഇത് നമുക്ക് അടുത്തൊരു കിഡിൽ SUV ആണ്. നമുക്ക് ഇന്ത്യയിൽ ശരിക്കും ഒരു SUV വിപ്ലവം കൂടുന്ന ഡസ്റ്റർ തന്നെയാണ്. ഡസ്റ്റർ ആണ് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് ആദ്യ കാൽവെപ്പ് വെക്കുന്ന ഇന്ത്യയിൽ. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി 85 ആണ് വണ്ടി. 85. അതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസും കുറവായിരിക്കും അല്ലേ. ഫുള്ള് ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്ത വണ്ടി. 2014 വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല കാണുമ്പോൾ തന്നെ എക്സ്റ്റീരിയർ ലുക്കും നല്ല പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെഹിക്കിള്. പിന്നെ ഇന്ത്യയുടെ സൈഡ് നോക്കി നിങ്ങൾ, നമുക്ക് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 85 മോഡൽ എങ്ങനെയായിരുന്നു? 2014 മോഡലാണ് വണ്ടി. 14 മോഡൽ. കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുൾ ക്ലീൻ വണ്ടിയാണ്. വന്നിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോകാം. റാഫിഖാന്റെ മുഖത്ത് തന്നെ വരുന്നുണ്ട് ആ വണ്ടിന്റെ ഒരു ക്ലീൻ. വണ്ടി അത്രയും വർക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ കാണാതെ ആൾക്കാർ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എത്ര രൂപ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 4 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും മാക്സിമം കുറച്ച് പുതിയ ഓൾട്ടോ അങ്ങനെ 4-4.5 പുറത്ത് വരുന്നുണ്ട്. 4.30 നമുക്ക് ഫൈനൽ കൊടുക്കാൻ വേണ്ടി. 4.30 ഫൈനൽ. ഒരു 3.5 to 3.5 വരെ നമ്മൾ ലോൺ ചെയ്തു. ഒരു 19 രൂപക്ക് സുഖമായിട്ട് നോക്കാം. 4 ലക്ഷം രൂപ അടുത്ത് ലോൺ കിട്ടണം. നമ്മൾ ഏകദേശം കണക്കാണ് പറയുന്നത്. അവരെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലോണും കൊടുക്കും. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. ഇനി നേരെ അതിന്റെ സെയിം ഫീച്ചേഴ്സിൽ തന്നെ വരുന്ന നിസാന്റെ ടെറാനോ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 15-16 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇത് 110 വരുന്നത്. ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന ഏറ്റവും ഫുള്ളോട് എക്സ്വിന്റെ ഏറ്റവും ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ. അത് നമുക്ക് 1 ടൺ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ എഞ്ചിൻ ബേസ് ആണ്, പെർഫോമൻസ് ബേസ് വരുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് അത്യാവശ്യം ഒരു 16 മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കും. നല്ല പുള്ളിങ്ങും പെർഫോമൻസ് ഉണ്ടാവും. എഞ്ചിൻ അത്രയും പവർ ഉണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 4,60,000 രൂപ കൊടുക്കാം. 4,60 അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 4,60 അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം. അടുത്ത് നമുക്ക് ഇനി ഒരു ഡെയിലി യൂസിന് നല്ല മൈലേജും നല്ല കംഫർട്ടും ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ നോക്കുന്നവർക്ക് എന്നും നമ്മൾ ഇന്നിപ്പോൾ കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഹോണ്ട വണ്ടികളാണ്. കാരണം നമുക്ക് ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. കുറേ നമുക്ക് കറക്റ്റ് സർവീസ് ചെയ്ത മെയിൻ്റെനൻസും തീരെ ഇല്ലാത്ത അടിപൊളി വാഹനം കൂടിയാണ് സിറ്റി വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ നമുക്ക് 3rd ജനറേഷൻ സിറ്റി അല്ലേ? 2014 മോഡൽ വണ്ടി. ഡീസൽ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഓപ്ഷൻ ആണ് വരുന്നത്. അലവില് അഡീഷണൽ ചെയ്തേക്കണ്. പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി. ഓക്കെ, നമ്മൾ എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? നമ്മൾ 4 രൂപ ആവശ്യപ്പെടുന്നത് വണ്ടി.
ഇത് മാക്സിമം ലോണൊക്കെ എടുത്തു തുടങ്ങാം, ഒരു 3.5 to 4 വരെ മാക്സിമം ലോണൊന്നും ചെയ്യും. ലോൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയൊരു പൈസക്ക് നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും ഒറിജിനൽ കേരള വണ്ടി തന്നെ. ഒറിജിനൽ കേരള വണ്ടി. പിന്നെ ഒരു 4 മീറ്റർ വണ്ടി ആയതുകൊണ്ട് ലോങ് ഡ്രൈവ് ഒക്കെ പോയാൽ നമുക്ക് ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മൈലേജും കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിന് വണ്ടി ഇറക്കും ചെയ്യാലോ. ഇത് നമുക്കൊരു കിഡ്ലം ബലാന വരുന്നുണ്ട്, ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ പൊന്നാനി രജിസ്ട്രേഷൻ തന്നെയാണ്, നല്ല കിഡ്ലം ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു വാഹനം. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു ഇത്? സിഡ് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്, ഫുള്ളില്ല ആൽഫയാണ് വരുന്നത്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ. ഇപ്പം പുതിയൊരു വാഹനത്തിൻ്റെ ആദ്യ ഫീല് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, നല്ല വെൽ മെയിൻറ്റൈൻഡ്. അതും നമുക്ക് CVT ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കിഡ്ലം വാഹനം. പുഷ്പട്ട സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ? യെസ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് അത് 3ാമത്തിൽ നിലവിൽ കിടക്കുന്ന വണ്ടി. ഓക്കെ. ഇപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു ചോദ്യം? നമ്മൾ ഫൈനൽ 5,70,000 കൊടുക്കും. 5,70,000 രൂപയ്ക്ക് നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയത്, അതും ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ലേ? ട്രാഫിക് നമുക്ക് നല്ല ട്രാക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം 5 ഉറുപ്പിക അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റൂല. മാക്സിമം ലോൺ ചെയ്യാം, അതും ഓട്ടോമാറ്റിക് ആണ്, ചെറിയൊരു പൈസക്ക് നമുക്ക് ഇറക്കാൻ പറ്റും. ഇത് നമുക്ക് സെഡാനിലൊരു കിഡ്ലം ക്യൂട്ട് വെഹിക്കിൾ എന്ന് പറയാം. നല്ല അടിപൊളി കളറ് കാര്യങ്ങളും സ്ക്രാച്ച് കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് എക്സ്റ്റീരിയർ ലുക്കിൽ തന്നെ പക്ക ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി ഡിസയർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 ഡീസലാണ് വരുന്നത്. ഡീസലാണ്, സോ നല്ല മൈലേജ് ഉണ്ടാവും. ഇതിൽ നമുക്ക് റിയറിൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VDI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, റിയറിൽ AC വെന്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഡീസൽ ആയതുകൊണ്ട് നമുക്ക് ഒരു ലോങ് ഡ്രൈവിൽ 20 പുറത്ത് തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു കിലോമീറ്റർ ഓടിയിട്ടുള്ള 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? യെസ്. നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി, നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം അല്ലേ? യെസ്. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? നമ്മൾ ചോദിച്ചാൽ 5,60,000. 5,60,000. ഏകദേശം നമുക്ക് 10 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? 4 to 5 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്കിന് 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല മൈലേജ് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 4 ടയറും 90% 4 ടയേഴ്സും പക്കയാണ് വരുന്നത്. നമുക്ക് ഒരു വർക്കും ചെയ്യിക്കാനില്ല, നേരെ ഫ്യൂൽ അടിക്കുക, ഓടുക, അത്രയും കണ്ടീഷനുള്ള ഒരു വണ്ടിയില്ല. ഇത് നമുക്കൊരു കിഡ്ലം സ്വിഫ്റ്റ് വരുന്നുണ്ട്. അത് നമുക്ക് അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഇത് ഡീസലാണോ അതോ പെട്രോളാണോ വരുന്നത്? ഡീസൽ 2018 മോഡലാണ്. 2018 മോഡൽ ഡീസൽ വണ്ടി. ഇവിടുത്തെ KL 55 തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഓണർഷിപ്പിൽ ഇറങ്ങിയ വണ്ടി തന്നെയാണ്. ഒഴിവാക്കി കൊടുക്കാം. ഇങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്റ്റിക്കർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ. 85,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 85,000 കിലോമീറ്റർ ഇല്ല. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഡീസൽ വാഹനമാണ്. സോ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഏകദേശം ലോങ്ങിൽ 24 വരെയൊക്കെ കിട്ടുന്ന ഒരു എഞ്ചിനാണ്. 2018 സ്വിഫ്റ്റ് എല്ലാവരും അന്വേഷിക്കൂല, കാരണം ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഡീസൽ വണ്ടി ഇപ്പോൾ നിർത്തിച്ചുകൊണ്ട് ഡീസൽ വണ്ടിക്ക് എപ്പോഴും ഡിമാൻഡ് ഉള്ള വണ്ടി തന്നെയാണ്. എങ്ങനെയായിരുന്നു നമ്മൾ ഇതിന് ചോദ്യം? എങ്ങനെയായിരുന്നു ചോദ്യം? നമുക്ക് 5,65,000. 5,65. ഏകദേശം ഒരു 19 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? 5 ലക്ഷം രൂപ അടുത്ത് ലോൺ ചെയ്യാൻ പറ്റും. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു 19 രൂപ. ഇത് നമുക്കൊരു കിഡ്ലം ബലേന വൈറ്റ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 ഡീസലാണ് വരുന്നത്. ഡീസൽ തന്നെ സെയിം നമ്മൾ സ്വിഫ്റ്റ് പറഞ്ഞ പോലെ ആ ഒരു എഞ്ചിന് മൈലേജ് ഒക്കെ കിട്ടുന്നത്. ആൽഫത്തിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? ഫസ്റ്റ് ഓണർ വണ്ടി, സിംഗിൾ ഓണറും ആണ്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്, അതും നമുക്ക് നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ട്രാഫിക് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 6,30,000 കൊടുക്കാം. അൽഫ ഓപ്ഷനാണ് വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ഈ പാർട്ടിക്കാർക്ക് 22 മൈലേജ് കിട്ടിയെന്ന് പറഞ്ഞത് അത് നമ്മൾ പറയുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? വണ്ടി നമുക്ക് മാക്സിമം ഒരു 5.5 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്കൊരു കിഡ്ലം വീണ്ടും ഒരു ഡിസയർ തന്നെയാണ്. വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഡീസലാണോ പെട്രോളാണോ വരുന്നത്? ഡീസൽ വരുന്നത്. 2013-14 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ ബസ് വണ്ടിയാണ്. അന്നൊക്കെ മാരുതിന്റെ വാഹനങ്ങൾ ഒന്നുകൂടി നമുക്ക് ബോഡി ക്വാളിറ്റിയും വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസയറിൻ്റെ ഒരു 3rd ജനറേഷൻ ആണ് വരുന്നത്. സോ നമുക്ക് ഡീസലിൽ 18-20 തന്നെ മൈലേജ് കിട്ടുന്നൊരു വാഹനം. റാഫി എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 3,000 രൂപ കൊടുക്കാം. 3,000 രൂപ. ചെറിയൊരു പൈസക്ക് അത്യാവശ്യം നല്ല മൈലേജും ക്വാളിറ്റി ഒക്കെ ഉള്ള 3 ലക്ഷം ലോൺ കൊടുക്കാം. ഒരു 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്, ഡീസലാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡലാണ് വണ്ടി. VDI ഓപ്ഷനാണ് വണ്ടി. ഓക്കെ. 90% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ. ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നുള്ളതിന്?
ഇതാണ് നമുക്കൊരു 3,20,000 കൊടുക്കാം. 320 ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഡെയിലി യൂസിന് നല്ലൊരു ഫാമിലി കാർ എന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് ഇതിൽ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 2.5 to 3 റുപ്യേൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാം. ലോൺ ചെയ്യാം. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും ഒരു കിഡ്ലം വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫോർഡ് ഫിഗോ. അതിന്റെ ഒരു ന്യൂ ജനറേഷന് അല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇങ്ങനെയായിരുന്നു ഇറങ്ങിയത്. അതിന്റെ ഒരു പൊളി കളറാണ്. 32 രജിസ്ട്രേഷന്. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ടൈറ്റാനിയം ഓപ്ഷനാണ് വരുന്നത്. ടൈറ്റാനിയം ഓപ്ഷൻ, അതായത് നമുക്ക് ഇതിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. റിയറിൽ വൈപ്പർ, അതേപോലെ കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട്. ഡീസൽ വണ്ടി കൂടിയാണ് അല്ലേ? സോ നമുക്ക് നല്ല മൈലേജും നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. സോ നമുക്ക് ഈ ഒരു ഫോർഡിന്റെ ഒരു പ്രത്യേകത മൈലേജ് ഉണ്ടാവും, നമുക്ക് ബോഡി ക്വാളിറ്റിയും കൂടി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 1.20 ഏകദേശം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പ് വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ആവശ്യപ്പെടുന്നത് 3,40,000 രൂപ. 340 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3 രൂപ ചെയ്യാൻ പറ്റും. ഒരു 40 രൂപ വണ്ടി ഇറക്കാം അല്ലേ? ഇത് നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനം. അതായത് നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ ഒരു ലെവലിൽ നമുക്ക് എലൈറ്റ് i20 ഒരു എലൈറ്റിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ 57 നമുക്ക് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡൽ വണ്ടി. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ? മാക്സിമം ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ ഒരു i20 അത് നമുക്ക് അതിന്റെ സെക്കൻഡ് സ്പോർട്സ് അല്ല, ഏറ്റവും ടോപ്പിന് താഴെ ഉള്ളത്. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി, അതായത് സീറ്റ് കവേഴ്സ്, റൂഫ് കാര്യങ്ങളൊക്കെ പക്കാ നീറ്റ്. റിയറിൽ AC വെന്റ്, സ്റ്റിയറിംഗിൽ അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങൾ, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ്, മിറേഴ്സ്, അങ്ങനെ A to Z അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വാഹനം. അത് നമുക്ക് ഫുൾ ഓണിലും ഉണ്ടാവും. എത്രയായിരുന്നു ഇതിന് ചോദിക്കുന്നത് തന്നെ? 4,75,000 രൂപ കൊടുക്കാം. 4,75 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 5 ലക്ഷം രൂപ. അപ്പൊ 25,000 രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു i20 കേട്ടോ. ഇത് നമുക്ക് ഇന്ന് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ എത്തിയോസ് ലിവ. അതിന്റെ ഡുവൽ ടൂണില് അഡീഷണൽ നല്ല കിടം അലോയി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വർക്ക് എടുത്ത വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2015 റീവണ്ടിയാണ്. കേരള വണ്ടിന്റെ അതിനേക്കാട് വർക്ക് എടുത്ത വണ്ടിയാണ്. അത്ര നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4,40,000 രൂപ കൊടുക്കും. 440. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 3.5 വരെ ചെയ്യാം. ലോണ് 3.5 വരെ ചെയ്യാം. ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഞാൻ അതിൻ്റെ ഒരു സെഡാൻ വേണം. അതേപോലെ തന്നെ നമുക്ക് മൈലേജും എന്നാൽ അത്യാവശ്യം മെയിൻ്റെനൻസ് കുറവും എന്നുള്ളതാണ് നമ്മുടെ ടയോട്ടൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷന്. അപ്പൊ അതിന്റെ ഒരു എത്തിയോസ് ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. ഇതാണ് നമുക്ക് 3,70,000 രൂപ. 375 ഡീസൽ വണ്ടിയാണ്. നമുക്ക് ടയോട്ടൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ലോ മെയിൻ്റെനൻസ് ആണ്, അത്യാവശ്യം മൈലേജും കിട്ടും. ഞാൻ അതിന്റെ ഒരു കളർ ചേഞ്ച് വൈറ്റ് ഇല്ല. 2016 ഈ വണ്ടിയാണ്. ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 4,60,000 രൂപ. 460 ഫൈനൽ റേറ്റ് കേട്ടോ. ഇന്ത്യയിലൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം 4,40,000 രൂപ ലോൺ എടുക്കാം. ചെറിയൊരു പൈസക്ക് തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ്. ഇത് നമുക്ക് ഇതിൻ്റെ ക്രോസ് മോഡൽ സെയിം നമുക്ക് ഡീസൽ വണ്ടി തന്നെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2014 VD ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഒന്നുകൂടെ ക്യൂട്ട് ആയിട്ടുള്ള വെഹിക്കിളാണ്. ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും. ഒന്ന് ഒതുങ്ങിയതും ഒരു സ്പോർട്ടി ടൈപ്പ് കൂടുതൽ മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. ഇതൊരു ക്രോസ് മോഡൽ ആയതുകൊണ്ടാണ് അതിന് നമുക്ക് പൊതുവെ ഇറങ്ങുന്ന സമയത്ത് ഇതിനായിരുന്നു വില കൂടുതൽ ഇവനിങ് കാട്ടില്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. വണ്ടി സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? നമുക്ക് ആവശ്യപ്പെടുന്നത് 4,60,000 രൂപ. 4,000 ഫൈനലിട്ട് കൊടുക്കാം. ദെൻ നമുക്ക് വീണ്ടും ഒരു എത്തിയോസ് ലിവനാണ്. ബ്ലൂയിഷ് ആണ് കളർ വരുന്നത്. 11-12 കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി അല്ല? ഇന്ത്യയിലൊക്കെ നോക്കി അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ടയോട്ട ആയതുകൊണ്ട് നമുക്ക് ഇതിന് ഒന്നും പറയാനില്ല. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പക്ക മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. എത്ര ഇതിന് ചോദിക്കുന്നത്? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ. ഒരു 19 രൂപ വണ്ടി ഇറക്കാല. യെസ്. ഇത് നമുക്ക് ടിയാഗോ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ? പെട്രോളാണ്. നമുക്കൊരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. നല്ല ബോഡി ക്വാളിറ്റി, അതേപോലെ തന്നെ നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു കിഡ്ലം വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഏകദേശം
നമുക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറുവാഹനം. 3.5 ലക്ഷം കൊടുക്കാം, 3.5 ലക്ഷം ലോണും കിട്ടും. ലോൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഐട്ടൺ, ഗ്രാൻഡ് ഐട്ടൺ. അതെ, നല്ല പൊളി കളറാണ്, നല്ല ഫീച്ചറിസ്റ്റിക് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2016 ആസ്ട്രയാണ്. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ്. ഓക്കെ, എത്ര ചോദിക്കും നമ്മളിതിന്? ഇതിന് ഫൈനൽ നമുക്കത് 3,65,000 കൊടുക്കാം. 3,500 റുപ്യൻ്റെ അടുത്ത് തന്നെ ലോണും കൊടുക്കും. 15 രൂപ ഉണ്ടെങ്കിൽ ട്രാക്കുള്ളവർക്ക് 16 മോഡൽ വണ്ടി. 16 മോഡൽ. ഇത് നമുക്ക് ന്യൂ മോഡൽ വാഗണർ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 മോഡൽ വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അതായത് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മളിവിടെ പുറങ്ങ വണ്ടി തന്നെയാണ്. ഓക്കെ, ഇതോടെ മാക്സിമം ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ കേട്ടോ. ദെൻ ഡീസൽ റിറ്റ്സ് പൊതുവെ ആളുകൾ എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ്. നമ്മളിപ്പോൾ ഓൾട്ടോ പോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്നതും അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മാരുതിയുടെ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിറ്റ്സ് ആണ്. 2014 മോഡല്, 3ാമത്തെ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. ഓക്കെ, ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്നതാണ് വണ്ടിയാണ്. ഡാഷ്ബോർഡൊക്കെ വ്യത്യാസം, ഡാഷ്ബോർഡ് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡുവൽ നല്ല മെക്കാനിക് ടർബോ കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ വണ്ടിയാണ്. ഇതാണ് ഫൈനൽ നമുക്ക് 3,20,000 കൊടുക്കാം. 3,20,000 ഒരു 19 വണ്ടി ഇറക്കും. 2,80 വരെ ലോൺ ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു 2016 CNG വരുന്ന വണ്ടിയാണ്. CNG. സോ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. എന്നാൽ നമുക്ക് കുറഞ്ഞ പ്രൈസിന് വണ്ടി വാങ്ങുകയും ചെയ്യാം അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് 2,80,000 കൊടുക്കാം. 3 റുപ്യൻ്റെ അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാഷ് ബാക്കിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സണ്ണിലായിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ SUV-കളാകട്ടെ ഏത് റേഞ്ചിലെ വാഹനങ്ങളും നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് മലപ്പുറം ജില്ലയിൽ, അതായത് നമ്മൾ പുത്തനത്താണി, കോട്ടക്കൽ, തിരൂരൊക്കെ ഭാഗത്തായിട്ടാണ് നമുക്ക് വരുന്നത്. അതായത് പുത്തനത്താണി നമ്മൾ പുതിയ ഹൈവേയിൽ നിന്നും തിരൂരിലേക്ക് വരുന്ന സ്ഥലത്ത് രണ്ടാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സൺ ന്യൂസ് കാസ് എന്ന് അടിച്ചു കൊടുത്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 കിള്ളം പാർട്ട് കൂടി ഇനി വെയിറ്റ് ചെയ്തോളി. നല്ല അടിപൊളി ബഡ്ജറ്റ് കാറുകളൊക്കെയുള്ള നല്ല 2 കിള്ളം പാർട്ടുകളും ഫുൾ ഓണുള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമ്മുടെ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് റാഫിക സൈനിങ് ഓഫ്.